കമ്പനിയുടെ PE റേഷ്യോ കണ്ടെത്തുന്നതിന് അതിൻ്റെ ഓഹരി വിലയെ വരുമാനം കൊണ്ട് ഭാഗിച്ചാൽ മതിയാകുമെങ്കിലും കണക്കുകൂട്ടലിന് അടിസ്ഥാനമാക്കുന്ന വരുമാനത്തിൻ്റെയും വിലയുടെയും വ്യത്യാസമനുസരിച്ച് PE റേഷ്യോയെ 3ആയി തരംതിരിക്കാം. TTM ഏണിങ്സ്, ഫോർവേഡ് ഏണിങ്സ്, ഷില്ലർ ഏണിങ്സ് എന്നിങ്ങനെയാണ് അവയുള്ളത്. ഇത് ഓരോന്നും വിവിധ രീതിയിൽ ഓഹരിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു. ഇതിൽ TTM ഏണിങ്സ് അഥവാ ട്രെയിലിംഗ് 12 മന്ത്സ് ഏണിങ്സ് എന്നത് കമ്പനിയുടെ കഴിഞ്ഞ 12 മാസത്തെ വരുമാനത്തെ ആസ്പദമാക്കി കണക്കുകൂട്ടുന്നതാണ്. ട്രെയിലിംഗ് PE റേഷ്യോ എന്നും വിളിക്കുന്നു. കമ്പനിയുടെ രേഖപ്പെടുത്തപ്പെട്ട യഥാർത്ഥത്തിലുള്ള വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിൽ മൂല്യം നിർണ്ണയിക്കുന്നതെന്ന് ചുരുക്കം. അതേപോലെ ഫോർവേഡ് ഏണിങ്സ് എന്നത് കമ്പനിയുടെ ഭാവി വരുമാനത്തെ ആസ്പദമാക്കി വിലയിരുത്തുന്നതാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരുമാനത്തെയല്ല അടിസ്ഥാനമാക്കുന്നത്, പകരം ലഭ്യമായവയിൽ മികച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന വർഷങ്ങളിൽ കമ്പനി എങ്ങനെ പ്രകടനം നടത്തുമെന്നത് സംബന്ധിച്ച വിപണിയുടെ അനുമാനമാണിത്. അതേസമയം ഷില്ലർ PE റേഷ്യോ എന്നത് ഒരു കാലയളവിലെ വരുമാനത്തിൻ്റെ ശരാശരി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്നതാകുന്നു. ഷില്ലർ PE റേഷ്യോയെ സൈക്ലിക്കലി അഡ്ജസ്റ്റഡ് പ്രൈസ് ഏണിങ്സ് റേഷ്യോ എന്നും വിളിക്കാറുണ്ട്. ഷില്ലർ PE റേഷ്യോ പ്രധാനമായും സൂചികളെ വിലയിരുത്തുന്നതിനാണ് ഉപയോഗപ്പെടുത്താറുള്ളത്.